1498 മെയ് 20-ന് കോഴിക്കോട്ടെ കാപ്പാട് തീരത്ത് 3 കപ്പലുകൾ അടുക്കുമ്പോൾ അത് വെറും ഒരു നാവികന്റെ വരവായിരുന്നില്ല. ലോക ചരിത്രത്തിന്റെ തന്നെ ദിശ മാറ്റിവെച്ച ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. ലിസ്ബണിലെ തീരത്തുനിന്ന് യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന സമുദ്രപാത തിരഞ്ഞിറങ്ങിയ വാസ്കോഡ് ഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. വാസ്കോഡ് ഗാമയുടെ ചരിത്രം സാഹസികതയുടെയും അതേസമയം അധിനിവേശത്തിന്റെയും കറുത്ത ഏടുകൾ നിറഞ്ഞതാണ്. ആയുധമണിഞ്ഞ കപ്പലുകളുമായാണ് ഇത്തവണ ഗാമ എത്തിയത്. അറബ് തീർത്ഥാടകരുടെ കപ്പൽ തീയിട്ടതും തടവുകാരുടെ അവയവങ്ങൾ ഛേദിച്ച് സാമൂതിരിക്ക് അയച്ചു കൊടുത്തതും ഈ യാത്രയിലെ ദാരുണ സംഭവങ്ങളാണ്. കൊച്ചി രാജാവുമായി സഖ്യത്തിലായി കൊച്ചിയിലും കണ്ണൂരിലും ഫാക്ടറികൾ സ്ഥാപിച്ചതോടെ മലബാറിൽ പോർച്ചുഗീസ് ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ ഭരണപരിഷ്കരണങ്ങൾക്കിടെ കടുത്ത മലേറിയ ബാധിച്ച് 1524 ഡിസംബർ 24-ന് കൊച്ചിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്ത ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് പോർച്ചുഗലിലേക്ക് മാറ്റി. വാസ്കോഡ് ഗാമയുടെ ജീവിതവും ചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് വ്യക്തി ജീവിതത്തിലേക്ക് പകർത്താൻ 3 പ്രധാന കാര്യങ്ങളുണ്ട്. വലിയ സമുദ്രങ്ങളും കൊടുങ്കാറ്റുകളും അതിജീവിച്ച് ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കാൻ വാസ്കോഡ് ഗാമ കാണിച്ച ധൈര്യം മഹത്തരമാണ്. ജീവിതത്തിൽ വിജയിക്കാൻ നിശ്ചയദാർഢ്യവും റിസ്ക് എടുക്കാനുമുള്ള മനസ്സും അത്യാവശ്യമാണ്. വാസ്കോഡ് ഗാമയുടെ വരവും തുടർന്നുള്ള പോർച്ചുഗീസ് അധിനിവേശവും ഭാരതീയർക്ക് വലിയ നഷ്ടങ്ങളും ദുരിതങ്ങളും സമ്മാനിച്ചു. അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ താൽക്കാലിക നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും അത് ശാശ്വതമായ സൗഹൃദമോ വിജയമോ തരില്ല എന്ന വലിയൊരു പാഠം ഇതിലുണ്ട്. മറ്റുള്ളവരുടെ സംസ്കാരത്തെയും വികാരങ്ങളെയും ആദരിക്കാത്ത വിജയം അപൂർണമാണ്. കാലം മാറുന്നതിനനുസരിച്ച് പുതിയ വഴികൾ കണ്ടെത്താൻ തയ്യാറായതുകൊണ്ടാണ് യൂറോപ്പ് ലോകശക്തിയായി മാറിയത്. നമ്മുടെ ചിന്തകളെയും കഴിവുകളെയും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ വാസ്കോഡ് ഗാമയുടെ നിശ്ചയദാർഢ്യത്തെയും ലക്ഷ്യബോധത്തെയും നമുക്ക് മാതൃകയാക്കാം. എന്നാൽ മറ്റുള്ളവരെ ആദരിക്കാനും സമാധാനത്തോടെ ഒത്തുപോകാനും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. കടലുകൾ കീഴടക്കാൻ തുനിഞ്ഞിറങ്ങിയ ആ പഴയ നാവികനെ പോലെ പ്രതിസന്ധികളുടെ വൻ തിരമാലകളെ അതിജീവിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ധൈര്യത്തോടെ നമുക്ക് തുഴയാം.